ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി പുറത്തിറക്കിയവരുടെ റിയൽമി GT Neo ആണ്. സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ IQ007 ഇരിപ്പുണ്ട്, നമ്മുടെ റെഡ്മി K40 ഇരിപ്പുണ്ട്, Mi 11 ഇരിപ്പുണ്ട്, അപ്പോൾ അതോടൊപ്പം Mi 11 Ultra ഇരിപ്പുണ്ട്. സോ നമ്മുടെ റിയൽമി GT Neo നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെയിം ആസ് നമ്മുടെ റിയൽമി GT തന്നെയാണ്. റിയൽമി GT അൺബോക്സ് ചെയ്തിട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു റിയൽമി GT Neo ലോഞ്ച് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഇതിൻ്റെ അൺബോക്സിംഗ് കൂടെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ആയിട്ട് റിയൽമി എഴുതിയിട്ടുണ്ട്, പിന്നെ താഴെ ചൈനീസിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അതെനിക്കറിയില്ല. സോ അത് നമുക്ക് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ തന്നിരിക്കാം, ഈ ഒരു ഫോൺ ബൈ ചെയ്യാനുള്ള ലിങ്ക്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് സിമിറ്റർ പിന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞു ബോക്സാണ്. ഇതിൻ്റെ നമ്മുടെ സാധാരണ സിലിക്കൺ കേസാണ് കിട്ടുന്നത്. ഞാൻ ആ ഒരു കേസ് പുറത്തേക്ക് എടുക്കാം. നല്ലൊരു ഡാർക്ക് കേസാണ്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നമ്മുടെ IQ007 നമുക്ക് വയ്ക്കാൻ സാധിക്കും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. സോ ഇതാണ് നമ്മുടെ IQ007. ചേരില്ല ആ ഒരു ഫോണ്. സോ പക്ഷേ താഴ്ഭാഗത്ത് ആ റൗണ്ട് ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ Mi 11 Ultra'യിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഫോൺ വെക്കാൻ പറ്റുമോ? ഇല്ല, ഇത് വെക്കാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഒരു IQ007 വെക്കാൻ സാധിക്കില്ല. നമ്മുടെ റെഡ്മി K40 വെക്കാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മുടെ ബോക്സിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കാർഡ് കിട്ടുന്നുണ്ട്, നമ്മുടെ ഫോൺ വെച്ചിരുന്നൊരു കാർഡാണ്. പിന്നെ നമ്മുടെ ചാർജർ കിട്ടുന്നുണ്ട്. നല്ല വെയിറ്റ് ഉള്ളൊരു ചാർജറാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെ ഒന്നുമില്ല, നല്ല വെയിറ്റ് ഉള്ള ചാർജറാണ്. കാരണം ഇതൊരു 50 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. സോ ഇതാണ് നമ്മുടെ റിയൽമി GT Neo ബ്ലാക്ക് കളർ സ്മാർട്ട് ഫോൺ. നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്മാർട്ട് ഫോൺ വേറെ ലെവലാണ്. അപ്പോൾ നമുക്കിത് ബൂട്ടപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. നല്ലൊരു മാറ്റ് ഫിനിഷ്, സൈഡിലായിട്ട് ഇപ്പുറം സൈഡിലായിട്ട് ഗ്ലാസ് ഫിനിഷ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് റിയൽമി ഇപ്രാവശ്യം തന്നിട്ടുണ്ട്. സോ നല്ലൊരു സ്മാർട്ട് ഫോണാണ്. സൈഡിലായിട്ട് ആ ഒരു പവർ കീ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. സോ ഞാൻ ഇത്ര വോളിയം കുറച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ടാണ്. സോ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു റിയൽമി GT Neo. സോ GT വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഇതിനകത്ത് നമുക്ക് 5G സപ്പോർട്ടബിൾ ആണ്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4G നമുക്ക് സപ്പോർട്ട് ചെയ്യും. 4G എല്ലാ സ്മാർട്ട് ഫോൺസിലും സപ്പോർട്ട് ചെയ്യും. സോ ഇതിൽ 5G സപ്പോർട്ടബിൾ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം ഇത് 31 മാർച്ചിനാണ് ഇത് അനൗൺസ് ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് ഇവരുടെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടിയിരുന്നു, അതിൻ്റെ അൺബോക്സിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, അവിടെ പോയി ചെക്കൗട്ട് ചെയ്യും. ഓക്കെ, സോ സ്മാർട്ട് ഫോണിൻ്റെ അതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. താഴെ ടൈപ്സ് കൊടുക്കുള്ള പോർട്ട് 3.5 ഓഡിയോ ജാക്കിൻ്റെയും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക സ്പീക്കർ ഗില്ല് നമുക്ക് താഴ്ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു മാക്ക് വശം നമുക്കൊരു ഗ്ലാസ് ഫിനിഷാണ് തന്നിരിക്കുന്നത്, ഒരു സൈഡ്, അതായത് എൻ്റെ പകുതി വശം ഗ്ലാസും പകുതി വശം മാറ്റ് ഫിനിഷുമാണ് തന്നിരിക്കുന്നത്. താഴെ റിയൽമി ഡയർ ടു ലീപ്പിൻ്റെ ബ്രാൻഡിങ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നത്. 6.43 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ റെഡ്മി K40 പോലെ തന്നെയാണ് നമ്മുടെ റിയൽമി വന്നിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു ഡിസൈൻ, ആ ഒരു ഗ്ലാസ് ഫിനിഷൊക്കെ ബാക്ക് കറക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ചിപ്സെറ്റ് വരുന്നത് നമ്മുടെ MediaTekൻ്റെ MT6893 വരുന്ന ഒരു ചിപ്സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ ഡിമെൻസിറ്റി വരുന്നത് 1200 ഒരു 5G 6nm പ്രോസസ്സ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. ഇതിൻ്റെ GPU വരുന്നത് മാലി G77MC9 ഒരു GPU ആണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. 256 GB സ്റ്റോറേജ് അവൈലബിൾ ആണ്. അതോടൊപ്പം 12 GB RAM അവൈലബിൾ ആയിട്ടുള്ള വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട്. നമുക്ക് UFS 3.1 കിട്ടുന്നുണ്ട്. ബാക്കിലായിട്ട് വരുന്ന ക്യാമറ 64 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് നമുക്ക് ബാക്കിലായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഡുവൽ LED സംഭവങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ക്യാമറയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് 3.5 ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് 3.5 ഓഡിയോ ജാക്കിൻ്റെത്. അതോടൊപ്പം 4500 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 16 മിനിറ്റ് കൊണ്ട് 50% വരെ കയറുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ എൻ്റെ ഇരിക്കുന്ന റിയൽമി GT Neo. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്ന ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള സ്മാർട്ട് ഫോൺസിൻ്റെ എല്ലാ തന്നെ അൺബോക്സിങ്ങും റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഇടുന്നതാണ്. Mi 11 Ultra അൺബോക്സിംഗ് കാണുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ദെൻ ദിസ് ഇസ് ആദ്യൻ സൈനിങ് ഓഫ്. ബൈ.